നമസ്കാരം. ആലപ്പുഴയിൽ പിതാവിനെ അഭിഭാഷകനായ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ വില്ലനായത് ലഹരി. പ്രതി നവജിത്ത് നടരാജൻ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നു. ഒരു യുവ അഭിഭാഷകനാണ് ഇവിടെ ക്രൂരകൃത്യം നടത്തിയതെന്നതാണ് നാട്ടുകാരിൽ ഞെട്ടലുണ്ടാക്കുന്നത്. അച്ഛൻ്റെ ദേഹത്ത് 47 തവണയാണ് വെട്ടിയത്. ലഹരിയുടെ ഉന്മാദത്തിലായിരുന്നു നവജിത്ത് നടരാജൻ കൃത്യം നിർവഹിച്ചത്. കണ്ടലൂർ തെക്ക് പീഡികച്ചിറയിൽ നടരാജനെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ നവജിത്ത് നടരാജനാണ് അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അമ്മ സിന്ധുവിനെ ഗുരുതര പരുക്കളോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ മുഖത്തും നെഞ്ചിനുമെല്ലാം വെട്ടേറ്റു. 2 കൈവിരലും അറ്റുപോയി. കൊല്ലപ്പെട്ട നടരാജൻ്റേത് നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ്. നേരത്തെ ഇദ്ദേഹം വിദേശത്തായിരുന്നു. പിന്നീട് നാട്ടിലെത്തിയ ശേഷം കരാറുകാരനായി. ബെൻസ് നടരാജൻ എന്നാണ് ഇദ്ദേഹത്തെ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. 1995 ഇയാൾ ബെൻസ് കാർ സ്വന്തമാക്കിയിരുന്നു. ഇടതുവശത്ത് സ്റ്റിയറിംഗ് ഉള്ള കാർ വിദേശത്ത് നിന്നാണ് ഇറക്കുമതി ചെയ്തത്. ഇപ്പോഴും ഇത് മൂകസാക്ഷിയായി വീടിൻ്റെ പോർച്ചിലുണ്ട്. 1995 ഓർമ്മയ്ക്കായി KL4E 1995 എന്ന ഫാൻസി നമ്പറാണ് കാറിനായി എടുത്തത്. വീടിനോട് ചേർന്ന് തന്നെ ഇദ്ദേഹം കച്ചവട സ്ഥാപനം നടത്തുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ സ്വന്തമായി കടമുറികളുണ്ട്. കൂടാതെ മറ്റു ഭൂസ്വത്തുക്കളും കുടുംബത്തിനുണ്ട്. നാട്ടിൽ പലയിടത്തും കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ഭൂമി വാങ്ങിയിട്ടിട്ടുണ്ട്. റബ്ബർ എസ്റ്റേറ്റുകളുമുണ്ട്. ആദ്യം സ്വകാര്യ ക്ലിനിക്കാണ് ആരംഭിച്ചത്. പിന്നീട് മരാമത്ത് പണികളിലേക്ക് തിരിഞ്ഞു. പഞ്ചായത്ത് വർക്കുകളും PWD കരാറുകളും ചെയ്തു. വീടിന് സമീപമുള്ള കടകളിൽ സ്റ്റേഷനറി ഹോൾസെയിൽ കച്ചവടം തുടങ്ങി. BDJS കണ്ടലൂർ മണ്ഡലം പ്രസിഡന്റും വേലഞ്ചിറ ജനശക്തി സ്കൂൾ ട്രസ്റ്റ് അംഗവുമായ നടരാജൻ വലിയ കാർക്കശ്യക്കാരനുമായിരുന്നു. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലാണ് ഇത്തരമൊരു ദുരന്തമുണ്ടായത്. അടുത്ത കാലത്തായി നവജിത്ത് രാസലഹരിയും മദ്യവും അമിതമായി ഉപയോഗിക്കുമായിരുന്നുവെന്നാണ് പോലീസും പറയുന്നത്. കൃത്യം നടത്തുമ്പോഴും അമിതമായി ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു. പ്രതിയുടെ സഹോദരൻ നിതിൻ രാജ്, സഹോദരി നിതിമോളും ആയുർവേദ ഡോക്ടർമാരാണ്. നിതിൻ ബംഗളൂരുവിലും നിധി ആലപ്പുഴയിലുമാണ് ജോലി ചെയ്യുന്നത്. ഞായറാഴ്ച ലഹരി ഉപയോഗിച്ച ശേഷം ഇയാൾ നിതിമോളുടെ അടുക്കലും എത്തിയിരുന്നു. അസ്വാഭാവികമായി പെരുമാറിയതിനാൽ നിതിമോളും മറ്റു ചിലരും ചേർന്നാണ് നവജിത്തിനെ വീട്ടിലെത്തിച്ചത്. അക്രമാസക്തനാകുമെന്ന് കരുതി മുറിയിൽ കയറ്റി പുറത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് ഇവർ മടങ്ങിപ്പോയത്. പിന്നീട് രാത്രി 9:15 അമ്മയെത്തി ഭക്ഷണം കൊടുക്കാനായി കതക് തുറന്നപ്പോഴാണ് ഇയാൾ വാക്കത്തിയെടുത്ത് അച്ഛനെയും അമ്മയും തുരുതുരാ വെട്ടിയത്. വീടിന് പുറത്തേക്കുള്ള വാതിലുകൾ അടച്ച ശേഷമാണ് ക്രൂരകൃത്യം നടത്തിയത്. കഴിഞ്ഞ ദിവസം അഭിഭാഷകനായി തുടരുന്നതിനുള്ള ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പരീക്ഷ നവജിത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ പരീക്ഷ പ്രതി എഴുതിയില്ല. ഇതിന് അച്ഛൻ നടരാജൻ നവജിത്തിനോട് ക്ഷുഭിതനായി സംസാരിച്ചിരുന്നതായി പറയുന്നു. നേരത്തെ തന്നെ അച്ഛനും മകനുമായി സ്വരച്ചേർച്ചയില്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ നൽകുന്ന സൂചന. മകൻ്റെ ലഹരി ഉപയോഗത്തെ പിതാവ് നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. പലപ്പോഴും ദൂരത്തിനായി അച്ഛനോട് പണവും ആവശ്യപ്പെടുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഹരിപ്പാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നടരാജന്റെ സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് നടക്കും. പ്രസവത്തിനായി ഭാര്യ നവ്യയെ തിങ്കളാഴ്ച അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനിരിക്കെയാണ് നവജിത്ത് ഈ ക്രൂരത കാട്ടുന്നത്. കുടുംബത്തിലേക്ക് പുതിയ ഒരാൾ വരുന്നതിന്റെ സന്തോഷം അങ്ങനെ ദുരന്തത്തിനും ദുഃഖത്തിനും വഴിമാറി. 11 മാസം മുൻപാണ് നവജിത്ത് വിവാഹിതനായത്. സഹോദരി ഭർത്താവിൻ്റെ സഹോദരിയെയാണ് വിവാഹം കഴിച്ചത്.